കർത്താവിലെത്തി. നമ്മൾ സിറോ മലബാർ ശവസംസ്കാര ഇതിൽ പാടുന്നൊരു പാട്ട് പാടാം. ഏതെങ്കിലും പാട്ട് പാടി ഞാനിത് കേൾക്കാൻ ഈ കാസറ്റ് വാങ്ങാൻ കിട്ടുള്ളൂ. ഒരിടയ്ക്ക് ഞാനിത് എന്നിട്ട് ഇങ്ങനെ കേൾക്കും. അപ്പോൾ ആൾ ഇത് കേട്ടു. ഇത് വാസ്തവത്തിൽ മരിച്ച ആൾ കേൾക്കണോ നമ്മൾ കേൾക്കണോ? ഇത് നമ്മളെപ്പോൾ കേൾക്കണം? മരിച്ചു കഴിഞ്ഞിട്ട് കേൾക്കാനിരിക്കണോ അതോ? അപ്പൊ ഈ മരണ ശവസംസ്കാര കർമ്മങ്ങളെല്ലാം ആ കർമ്മങ്ങൾ ആ വ്യക്തിയുടെ ആത്മാവിന് വേണ്ടിയാണെങ്കിലും അതോടൊപ്പം അതിൻ്റെ ആ പ്രാർത്ഥനകളിൽ സജീവമായി പങ്കെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ദൈവാനുഭവം ഒരു ധ്യാനത്തിനും വേറെ ഉണ്ടാകാനില്ല. നല്ല ഒരു പശ്ചാത്താപ അനുഭവവും ആ മരണത്തെക്കുറിച്ചും നമ്മുടെ മരണത്തെക്കുറിച്ചും മരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകിയൊക്കെ നമുക്ക് 1.5 മണിക്കൂറിൻ്റെ അകത്ത് വളരെ മനോഹരമായി എന്തോ ഒരു സുന്ദരമായ ഒരു അനുഭവമാണ് ഇത്. അപ്പോൾ മരണത്തെ നമ്മൾ അത്ര മനോഹരമായ, അതാണ് ഫ്രാൻസിസ് അസീസിയൊക്കെ പാടുന്നത്. എൻ്റെ സോദരി, എൻ്റെ സോദരിയായ മരണമേ. ഓൾറൈറ്റ്, അപ്പോൾ ഇത് ഒന്ന് പറഞ്ഞ് ഒരുപാട് പഠിപ്പിക്കില്ല. ഇനി അടുത്തത് തനതുവിധി വായിക്കാം. 10:21. ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയം എന്ന നിലയിലുള്ള മനുഷ്യ ജീവിതത്തിന് മരണം അന്ത്യം കുറിക്കുന്നു. അപ്പൊ മരണം അന്ത്യം കുറിക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്താണ്? ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തിനെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയം എന്ന നിലയിലുള്ള മനുഷ്യ ജീവിതത്തെ മരണം അന്ത്യം കുറിക്കും. അപ്പോൾ എല്ലാവരും കൈവക്കി യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പോൾ ഇവിടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റാണ്. ഇത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ പറ്റില്ല. ദിസ് ഈസ് ദ ലാസ്റ്റ് പോയിന്റ്. ഇപ്പൊ നമ്മൾ ഇന്നലെ കൊച്ചുറേസ്യയുടെ ആ ചിത്രത്തിൽ കണ്ടുമില്ലേ? ആ കൊച്ചുകുട്ടിക്ക് വളരെ കോൺഫിഡൻസോടുകൂടി പ്രാർത്ഥിക്കരുത്. പെൺസീരിയെ വധിക്കാൻ പോവുകയാണ്. പെൺസീരി കുമ്പസാരിക്കുന്നില്ല, പെൺസീരി പശ്ചാത്തപിക്കുന്നില്ല, പെൺസീരി വൈദികനെ തിരസ്കരിക്കുന്നു. പക്ഷേ എങ്കിലും കൊച്ചുറേസ്യ കൊച്ചു പെണ്ണ് വിശ്വസിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ട് കർത്താവിൻ്റെ കരുണയുടെയും കൃപയുടെയും ഒരു തുള്ളി പെൺസീനിയുടെ ഹൃദയത്തിൽ ഒഴുകുമ്പോൾ പെൺസീനി മരിക്കുന്നതിന് മുമ്പ് തന്നെ യേശുവിനെ കാണും, മനസാന്തരത്തിലേക്ക് വരും. ആ വിശ്വാസമാണ്. അപ്പോൾ മരണത്തിൻ്റെ ആ അവസ്ഥയെ നമ്മൾ കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ആത്മാവിന് ഒരു ചാൻസ് ഇല്ല ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കാനോ ഉള്ളത്. അപ്പോൾ അതൊരു ക്രിട്ടിക്കൽ പോയിന്റാണ്. വളരെ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ കാരുണ്യം ഏറ്റവും കൂടുതലുള്ള ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണേ. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമ്മളുടെ അനേകം ആത്മാക്കൾ യേശുവിനെ അറിയാതെ യേശുവിൽ
കൃപാവരം സ്വീകരിക്കാതെ ജീവിക്കുന്നവരുണ്ടാകാം. പക്ഷെ അവരെ ഉള്ള മറ്റൊരു സഹായം മധ്യസ്ഥ പ്രാർത്ഥന എന്ന വലിയ ഒരു കാര്യമാണ്. ഈശോ പറഞ്ഞു, ഈശോ ആണ് ഏക മധ്യസ്ഥൻ. പക്ഷെ ഈശോ പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും, ഇതിനേക്കാൾ വലിയ കാര്യങ്ങളും നിങ്ങൾ ചെയ്യും. ഞാൻ ഈ വചനം പ്രഘോഷിക്കുന്നത് നിങ്ങൾ നല്ല ക്രിസ്ത്യാനികൾ, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളുകൾ. പക്ഷേ വാസ്തവത്തിൽ മറ്റൊരു വിഭാഗം ആളുകൾ പള്ളിയില്ല, പട്ടക്കാരനില്ല, യേശു ആരെന്ന് അറിയ പോലുമില്ലാതെ കഠിനമായ പാപത്തിലും പാപത്തിന്റെ അന്ധകാരത്തിൽ കടന്നുകൊണ്ട് ദൈവത്തെയും തിരസ്കരിച്ചുകൊണ്ട് കോടാനുകോടി ജനങ്ങൾ ഉണ്ടോ ഇല്ലയോ? പക്ഷേ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ നമുക്ക് അവരുടെ ആത്മാവിനെ തൊടാൻ സാധിക്കും. അതാണ് ഈശോ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പ് എന്തിനുള്ളതാണ്? ഉപ്പ് എന്തിനുള്ളതാ? ഉറകൂട്ടാൻ മാത്രമല്ല, ഉപ്പ് വസ്തുക്കൾ കേട്ടുകൂടാതെ പ്രിസർവ് സൂക്ഷിക്കാൻ. മാങ്ങ ഉപ്പിലിടും, മീൻ ഉപ്പിലിടും, ഇല്ലേ? എന്ന പോലെ ആത്മാവിനെ ഉപ്പിലിടാം. ആത്മാവിനെ ഉപ്പിലിട്ടാൽ ആത്മാവ് നശിച്ചു പോകില്ല. നിങ്ങൾ ആ ഉപ്പാണ്. നിങ്ങൾ ഒരാൾ മുഖേന കോടാനുകോടി ആത്മാക്കളെ ഉപ്പിലിടാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. നീ ഉപ്പാണ്. പക്ഷെ ഉപ്പിന് കുറവുണ്ടാണ്. ഉറകെട്ടു പോയാൽ എന്ത് ചെയ്യും ഉപ്പിനെ കൊണ്ടെന്നേ ചോദിച്ചിട്ടുള്ളൂ. ഉപ്പിനെ ഉറകെട്ടാൽ ഉറകൂട്ടാൻ പറ്റും. മർക്കോസ് 9:49 പറയുകയാണ്, എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. അപ്പോ നമ്മൾ ഓരോരുത്തരും ഈ രഹസ്യം മനസ്സിലാക്കുകയാണെങ്കിൽ, ഒരു വ്യക്തി മരിക്കുമ്പോൾ ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ സാധ്യമാകുന്ന അവസാന നിമിഷമാണത്. ഈ വിശ്വാസം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ അനേകർക്ക് വേണ്ടി, ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി, ഭാവികൾക്ക് വേണ്ടി, ക്രിസ്തുവിനെ അറിയാത്തവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ആത്മാക്കൾ ആ മരണസമയത്തെങ്കിലും യേശുവിനെ സ്വീകരിക്കുകയും യേശുവിൽ മരിക്കാനിടയാകും. ഒരിക്കലൊരു സഹോദരി പറയാം, അദ്ദേഹം അവരുടെ ഭർത്താവ് വലിയ മദ്യപാനിയും എല്ലാ തരത്തിലുള്ള പറയാവുന്ന എല്ലാം ഉണ്ട് അദ്ദേഹത്തിന്. അവൾക്ക് മനസ്സിലായി 1-2 ദിവസം നിർത്തി ആൾ മരിക്കും. അപ്പൊ ഇവള് അയാളുടെ കടകളിൽ ചെന്നിട്ട് പറഞ്ഞു, ഒന്ന് കുമ്പസാരിച്ച, ഞാൻ അച്ഛനെ വിളിക്കട്ടെ. ഇത് പറഞ്ഞപ്പോൾ ഇയാൾ മുഖം വീർപ്പിച്ച് വലുതാക്കിട്ടു. ഇത് ഞാൻ വാളുണ്ടാക്കി. അപ്പൊ ഇവൾക്ക് മനസ്സിലായി, എന്റെ ഭർത്താവല്ലേ പറയണത്, ഇത് ശരിക്കും പിശാചാണല്ലോ പറയണേ. ഇവള് ഒരു കുരിശ് എടുത്തുകൊണ്ട് വന്നിട്ട്, കുറച്ചു നേരം കർത്താവേ, നീ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ നാമത്തിൽ പിശാചിനോട് പോകാൻ പറഞ്ഞാൽ പോകുമെന്ന് എന്ന് ആ ഭർത്താവിൻ്റെ കിടക്കയിൽ ചെന്നിട്ട് ഒന്നുകൂടി അയാളെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ സാത്താനെ ദൂരെ പോകുക എന്ന് 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ എന്തോ അവിടുന്ന് പോണമാതിരി തോന്നി. അത് കഴിഞ്ഞതോടുകൂടി ഇയാള് ഒരു കുഞ്ഞിനെ പോലെ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരുപാട് ദ്രോഹിച്ചു. കംപ്ലീറ്റ് വ്യത്യസ്തമായ സംസാരം. നീ വേഗം അച്ഛനെ വിളിക്കും, എനിക്ക് കുമ്പസാരിക്കണം, എനിക്കിനി അധികം സമയമൊന്നുമില്ല, എന്നോട് ക്ഷമിക്കും. പിന്നെ കരച്ചിലും ബഹളവും പശ്ചാത്താപവും. അങ്ങനെ അച്ഛൻ വന്നു, കുമ്പസാരിച്ച് കുർബാനയായിക്കൊണ്ട് അന്ത്യ ഉദാശയായിക്കൊണ്ട് ആ രാത്രിയും പിറ്റേ ദിവസവും അവർ വളരെയധികം സ്നേഹത്തിലും
വളരെയധികം പ്രാർത്ഥനയിലും ഒരുങ്ങി അതിൻ്റെ പിറ്റേ ദിവസം ആള് മരിച്ചു. അപ്പോൾ നമ്മൾ എന്തെല്ലാം ഭയാനകമായ പ്രശ്നങ്ങൾ ഒരുവരിൽ ഉണ്ടായാലും ദൈവത്തിൻ്റെ ആത്മാവിനും ദൈവത്തിൻ്റെ കൃപാവരത്തിനും അതിനെയെല്ലാം കീഴടക്കാനുള്ള ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കണം. അതിനെയെല്ലാം കീഴടക്കാനുള്ള ശക്തി ദൈവാത്മാവിന്റെ ശക്തിയിലൂടെ അതിനെയെല്ലാം കീഴടക്കിയിട്ട് ദൈവം, അതാണ് ഈശോ 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ആടുകളെ എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചെടുക്കാൻ സാധ്യമല്ല, ഞാൻ അവയ്ക്ക് നിത്യജീവൻ തരും. My sheep are mine, no one can snatch them away. എന്ന് വായിച്ചേ യോഹന്നാൻ 10:27-28. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എൻ്റെ സ്വരം ശ്രവിക്കും. എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു, അവർ എന്നെ അനുഗമിക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. ഒന്ന് എല്ലാവരും ഉച്ചത്തിലൊന്ന് കരമുയർത്തുന്ന ഏറ്റു പറഞ്ഞേ, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അവയെ എന്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയില്ല. അവയെ എനിക്ക് നൽകിയ എന്റെ പിതാവ് എല്ലാവരെയും വലിയവനാണ്. പിതാവിന്റെ കയ്യിൽ നിന്നും അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഞാനും പിതാവും ഒന്നാണ്. എന്തോ ഒരു ശക്തിയുടെ പ്രകടനമാണ് ഈശോ പറയുന്നത്. ഇത് നമ്മളൊന്ന് വിശ്വസിച്ചേ, ഇതൊന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ഒരു സ്വാതന്ത്ര്യമാണ്, എന്തോരം ആത്മാക്കളെ നമുക്ക് നേടാം. Praise the Lord. വീണ്ടും 1010 വരാം. ക്രൈസ്തവന്റെ വായിച്ചോ, അതിന്റെ 20 ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയം എന്ന നിലയിലുള്ള മനുഷ്യ ജീവിതത്തിന് മരണം അന്ത്യം കുറിക്കുന്നു. വിധിയെപ്പറ്റി പുതിയ നിയമം പറയുന്നത്, ഒന്നാമതായി യേശുവിന്റെ ദ്വിതീയ ആഗമന വേളയിൽ അവിടുന്നുമായുള്ള അന്തിമ സമാഗമത്തിന്റെ പശ്ചാത്തലത്തിലാണ്. എന്നാൽ ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ് ഉടനെ തന്നെ തന്റെ പ്രവൃത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായി പ്രതിഫലം സ്വീകരിക്കുമെന്ന് പലപ്പോഴും ഉറപ്പിച്ചു പറയുന്നുണ്ട്. ദരിദ്രനായ ലാസറിന്റെ ഉപമയും ക്രിസ്തു കുരിശിൽ കിടന്ന് നല്ല കള്ളനോട് പറഞ്ഞ വാക്കുകളും അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ മറ്റു പല ഭാഗങ്ങളും ആത്മാവിന്റെ ഭാഗധേയത്തെ പറ്റി ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാവുന്ന അന്തിമ ഭാഗധേയത്തെ പറ്റി പറയുന്നുണ്ട്. ഇതിനാണ് തനത് വിധി എന്ന് പറയുന്നത്. അടുത്ത പാരഗ്രാഫ്, ഓരോ മനുഷ്യനും എല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തി, ഓരോ മനുഷ്യനും തന്റെ മരണത്തിന്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തന്റെ അമർത്യമായ ആത്മാവിൽ തന്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു. ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ നേരിട്ടുള്ള ശാശ്വതവുമായ ശിക്ഷയിലേക്കുള്ള പ്രവേശനം. അപ്പൊ മരിക്കുന്ന സമയത്ത് തന്നെ നടക്കുന്ന വിധിക്കാണ് തനത് വിധി എന്ന് പറയുന്നത്. അപ്പോൾ അന്ത്യവിധി വേറെയുണ്ട്. പക്ഷെ തനത് വിധി സമയത്ത് ഒരു വ്യക്തി എപ്രകാരം യേശുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് കൃപാവരത്തിൽ ജീവിച്ചു, ആ കൃപാവരത്തിൽ ജീവിച്ച വ്യക്തി സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നു. പക്ഷേ
ആ വ്യക്തിക്ക് വിധിയും ആവശ്യമായ വിശുദ്ധീകരണത്തിനാണ് ശുദ്ധീകരണ സ്ഥലം. അത് നമുക്ക് ഞാൻ അടുത്ത് പഠിക്കാം. പക്ഷേ ആ സമയത്ത് തന്നെ വിധിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ 2-3 ഉദാഹരണങ്ങളാണ്. ആ നല്ല കള്ളനോട് ഈശോ പറഞ്ഞത് മരണസമയത്ത് ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും എന്നുള്ളതല്ല. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിർത്തുകയാണ്. ഒരു ഇൻ്റർവെല്ലിനായിട്ട് നിങ്ങൾക്ക് കുളിക്കാനും അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. കുറച്ച് നേരം പ്രാർത്ഥിക്കാം. സംസാരിക്കാതെ നിങ്ങളൊന്ന് പ്രാർത്ഥനയിലും വിശ്രമത്തിലും. എത്ര സമയം വേണം? ഒരു മണിക്കൂർ വേണോ? 45 മിനിറ്റ്സ് വേണോ? 1 മണിക്കൂർ. ഓക്കെ, 1 മണിക്കൂർ. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് കർത്താവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ കേട്ട കാര്യങ്ങളെല്ലാം എത്ര സമയം? 5:55, 5:40 അല്ലേ? 6:40 എല്ലാവരും വരിക. അത്യാവശ്യം ആർക്കെങ്കിലും എന്നെ കാണുന്നു